പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണലൂർ ട്രഷറിക്ക് മുൻപിലാണ് ധർണ സംഘടിപ്പിച്ചത്. കെ.ബി. ജയറാം ഉദ്ഘാടനം ചെയ്തു. 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, ഒപിയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, പെൻഷൻകാരുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷമാശ്വാസ കുടിശ്ശികയുടെ 3, 4 ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക, ക്ഷമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക, 7 ഗഡു ക്ഷമാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നു. കെ.എ. തോമസ്, എൻ.ആർ. അജിത് പ്രസാദ്, എ.ടി. ആന്റോ, പി.എം. വിജയകുമാരി, എം.കെ. വസുന്ധര, പി.എൻ. മോഹനൻ, പി.ടി. പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ ഈ പ്രതിഷേധ ധർണ നടത്തുന്നു. ഈ ധർണയ്ക്ക് ആധാരമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം തികച്ചും മിതവും ന്യായവുമായ പെൻഷൻകാരുടെ ആവശ്യങ്ങളാണ്. ഈ സംസ്ഥാനത്തെ പെൻഷൻകാരെ അവഗണിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇത്.